മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന് ആറന്മുളയുടെ സ്വീകരണം. ശബരി ബാലാശ്രമത്തിലെ കുട്ടികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച കുമ്മനം ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെയും സന്ദർശിച്ചു. കുമ്മനത്തെ പോലെ ഒരാളെ ഗവർണറായി ലഭിച്ച മിസോറാം ജനത ഭാഗ്യം ചെയ്തവരാണെന്ന് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. മിസോറാം ഗവർണറായി മടങ്ങിയെത്തിയ ആറന്മുളക്കാരുടെ സ്വന്തം രാജേട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ പൈതൃക ഗ്രാമം ഒന്നിച്ചു. ജീവിതത്തിലെ ഏറിയ പങ്കും ചിലവഴിച്ച ആറന്മുള ശബരി ബാലാശ്രമത്തിലെ കുട്ടികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ബാലാശ്രമത്തിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. നൂറുകണക്കിന് ആറന്മുള നിവാസികൾ അണിനിരന്ന വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയിൽ പൂർണ്ണകുംഭം നൽകിയുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. മിസോറാമിൽ നിന്നും കൊണ്ടുവന്ന ഷാൾ അണിയിച്ചാണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെ കുമ്മനം ആദരിച്ചത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് തന്റേതായ ശൈലിയിൽ തമാശകൾ പറഞ്ഞാണ് വലിയ മെത്രാപ്പൊലീത്ത മിസോറാം ഗവർണറെ സ്വീകരിച്ചത്. അടുത്ത സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ മിസോറാമിലെത്താൻ ക്രിസോസ്റ്റത്തെ കുമ്മനം ക്ഷണിച്ചു. തന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകുമെന്നും കുമ്മനത്തെ പോലെ ഒരാളെ ഗവർണറായി കിട്ടിയ മിസോറാം ജനത ഭാഗ്യം ചെയ്തവരാണെന്നും വലിയ മെത്രാപ്പൊലീത്ത പറഞ്ഞു. അവിടുത്തെ ആളുകളൊക്കെ ഇതുപോലെ ഗവർണർ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുള്ളവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് തന്റെ ബലമെന്ന് കുമ്മനവും പറഞ്ഞു. ഈ അനുഗ്രഹ ആശംസയാണ് എന്റെ കരുത്ത്. കൂനങ്കര ശബരി ശരണാശ്രമത്തിൽ നിന്നും കെട്ടുനിറച്ച് അട്ടത്തോട് വനവാസി മൂപ്പനെയും കണ്ട് ശബരിമല ദർശനവും നടത്തി നാളെ പുലർച്ചെ ജന്മനാടായ കോട്ടയത്തേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. 21-നാണ് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കേരളത്തിൽ നിന്ന് മടങ്ങുക. ജനം, പത്തനംതിട്ട.